മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അരമനയിലെ പരിവാരഗണങ്ങളെയും സേനാഗണങ്ങളെയും പ്രജകളിലെ വർണ്ണങ്ങളെയും ഒക്കെ എങ്ങനെയാണ് ഒരു രാജാവ് ഭരിക്കുകയും നിലനിർത്തുകയും അവർക്ക് ക്ഷേമമുണ്ടാക്കി തീർക്കുകയും ചെയ്യേണ്ടതെന്നാണ് പിന്നത്തെ ചോദ്യം. അതിന് മറുപടി പറയുകയാണ് ഭീഷ്മൻ. യുധിഷ്ഠിര, ലോഭം, ക്രോധം എന്നീ 2 വികാരങ്ങൾ മറ്റെല്ലാ വികാരങ്ങളെക്കാളും ആപൽക്കരങ്ങളാണെന്ന് പറയണം. പ്രജകളിലോ ഗണങ്ങളിലോ ഒരിക്കലും രാജാവിന് അമർഷമുണ്ടാവരുത് എന്ന് വെച്ച് തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാതിരിക്കുകയും അരുത്. അവരിൽ ഛിദ്രവാസന ഉദിക്കാൻ ഇടവരാതിരിക്കണം. അന്യോന്യ മത്സരം കൊണ്ടോ മറ്റു കാരണത്താലോ കലഹിച്ച് ചിന്നിച്ചിതർന്നു ജനങ്ങളെങ്കിൽ അത് രാജശക്തിക്ക് തന്നെ കുറവായിത്തീരും. അതിനാൽ അതിനിടവരുത്തരുത്. അതുപോലെ രാജസ്ഥാനത്തോട് വെറുപ്പുണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരാൾക്ക് രാജാവിനോട് വെറുപ്പുണ്ടായാൽ അയാൾ അറിയാതെ ശത്രുരാജാവിനെ ആശ്രയിക്കാൻ ഇടയാവും. അങ്ങനെ സംഭവിക്കുന്നത് രാജാവിന് വലിയ ബലക്ഷയം തന്നെയാണ്. നയത്തിൽ അവരെയെല്ലാം കൂട്ടിയിണക്കി ധാർമ്മികമായ ജീവിതത്തിൽ നിന്ന് തെറ്റാൻ ഇടവരാതെ കൊണ്ടു നടക്കണം. അതിന് മുഖ്യമായ ഉപായം രാജാവിന്റെ നയസാമർഥ്യം തന്നെയാണ്. ധർമ്മം എന്നത് വളരെ ഗഹനവും അപാരവുമാണ്. എങ്ങനെയാണ് ഓരോരുത്തരും ധർമ്മത്തെ ശരിക്കറിഞ്ഞ് തെറ്റുകൂടാതെ ജീവിക്കേണ്ടത് എന്നാണ് യുധിഷ്ഠിര മഹാരാജാവിന്റെ അടുത്ത ചോദ്യം. അതിന് ഭീഷ്മപിതാമഹൻ മറുപടി പറയുകയാണ്. യുധിഷ്ഠിര, അങ്ങ് ചോദിച്ച സംഗതിക്ക് അത്രയൊന്നും വിഷമമില്ല. ബാല്യം മുതൽക്ക് തന്നെ ഒരാൾ അമ്മയച്ഛന്മാരുടെയും ഗുരുനാഥന്റെയും ശിക്ഷണത്തിൽ വളർന്നാൽ മതി. കാണാൻ കഴിയുന്ന പ്രത്യക്ഷ ഈശ്വര സ്വരൂപികളാണ് ഗുരുനാഥനും അമ്മയച്ഛന്മാരും. അവർ നയിക്കുന്ന വഴിയിലൂടെ പോകുന്ന ഏതൊരാൾക്കും ധർമ്മഭ്രംശമുണ്ടാവില്ല. അവന് ഇഹപരങ്ങളായ ലോകങ്ങളിലെ എല്ലാ സുഖാനുഭൂതികളും തടസ്സമറ്റതായി തീരും. നേരെ മറിച്ച് അമ്മയച്ഛന്മാരെയോ ഗുരുനാഥനെയോ ധിഖരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരാൾക്കും ശ്രേയസ്സുണ്ടാകാൻ പോകുന്നില്ല. അവർ എന്തൊക്കെ പഠിച്ചാൽ കൂടി അതൊന്നും വേണ്ടത്ര പ്രയോജനപ്പെടാനും പോകുന്നില്ല. അതിനാൽ മാതാപിതാക്കളെയും ഗുരുനാഥനെയും അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ധർമ്മബോധമുണ്ടാകാൻ വിഷമമില്ല. സത്യാനിത്യങ്ങളെക്കുറിച്ചാണ് പിന്നീട് പാണ്ഡവശ്രേഷ്ഠന്റെ ചോദ്യം. എപ്പോഴും സത്യം മാത്രമേ പറയാവൂ, അസത്യം പറയരുത് എന്നാണല്ലോ നിയമം. എന്നാൽ എപ്പോഴും സത്യം മാത്രം പറയാൻ കഴിയുമോ? അസത്യം പറഞ്ഞാൽ പാപമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യത്തിന്റെ സ്വരൂപം. അതിനും ഗാംഗേയൻ മറുപടി പറഞ്ഞു. എപ്പോഴും സത്യം തന്നെയാണ് പറയേണ്ടത്. എന്നാൽ സത്യം പറയണമെന്ന് അനുശാസിക്കുന്നത് തനിക്കും മറ്റുള്ളവർക്കും ശ്രേയസ്സുണ്ടാകാനും ഉള്ള ശ്രേയസ് നിലനിർത്താനുമാണ്. എന്നാൽ ഒരിടത്ത് സത്യം പറയുന്നത് കൊണ്ട് പലർക്കും ആപത്തുണ്ടായി തീരുമെന്ന് തോന്നിയാൽ അവിടെ ഒരു കള്ളം പറയുന്നതും ദോഷമല്ല. പിന്നെ ജീവിതത്തെയും സ്വത്തിനെയും നിലനിർത്താൻ വേണ്ടിയോ ഏതെങ്കിലും കന്യകയുടെ വിവാഹം നടക്കാൻ വേണ്ടിയോ ഒരു കളവ് പറയുന്നതിൽ അതും ദോഷമാണെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴൊക്കെ എവിടെയൊക്കെയാണ് കളവ് പറയേണ്ടത് എന്ന് സംശയം തോന്നാം. എപ്പോഴും ഹിതമായിട്ടുള്ളതിനെയാണ് പറയേണ്ടതെന്ന് ധരിച്ചാൽ മതി. എന്തു പറഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ തനിക്കും മറ്റുള്ളവർക്കും ഹിതമായി തീരുമോ അതാണ് പറയേണ്ടത്. സാധാരണ ലൗകിക സമ്പ്രദായം അതാണ്. അതുപോലെ അഹിംസയാണ് ഏറ്റവും വലിയ ധർമ്മം. വാക്കുകൊണ്ടുപോലും മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടായി തീരുന്നുവെങ്കിൽ അതും ഒരു പ്രകാരത്തിൽ ഹിംസ തന്നെ. അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടുള്ള വ്യവഹാരം പരിത്യജിക്കേണ്ടതാണ്. സത്യവും അഹിംസയുമാണ് ധർമ്മത്തിന്റെ പ്രമുഖങ്ങളായ 2 ഘടകങ്ങളെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതിനാൽ സാഹസപ്പെട്ടും അവയെ പാലിക്കേണ്ടത് ആരുടെയും മുഖ്യ കർത്തവ്യമാണ്. ഇങ്ങനെ പിതാമഹൻ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് മറ്റൊരു ചോദ്യം ചോദിച്ചു. ആപത്തുകളും ക്ലേശങ്ങളുമില്ലാതെ സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കാൻ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പിന്നത്തെ ചോദ്യം. അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മ പിതാമഹൻ. യുധിഷ്ഠിര, ജനങ്ങൾ ധർമ്മനിരതരായി ജീവിച്ചാൽ മതി. എന്നാൽ പിന്നെ അനർത്ഥങ്ങളോ ക്ലേശങ്ങളോ ഒന്നും തീണ്ടാതെ ഒരു നല്ല ജീവിതമുണ്ടാകും. വർണ്ണാശ്രമങ്ങളെയും അവയുടെ ധർമ്മങ്ങളെയും തെറ്റുകൂടാതെ പാലിക്കുക. അവരവരുടെ വർണ്ണത്തിനും ആശ്രമത്തിനും അനുയോജ്യമായ ധർമ്മങ്ങളെ നിഷ്ഠയോടുകൂടി ആചരിക്കുക. വിരുദ്ധ ധർമ്മങ്ങളെ സ്പർശിക്കാതിരിക്കുക. ദേഷം, അസൂയ, ദംഭം, അഹങ്കാരം,
പ്രതികാരവാഞ്ച തുടങ്ങിയ മനോദോഷങ്ങൾ പൊന്താൻ ഇടവരാതിരിക്കുക. ഈശ്വരനെ വിശ്വസിക്കുക, ദേവന്മാരെ ആരാധിക്കുക, ഗുരുജനങ്ങളെ മാനിക്കുക, അച്ഛനമ്മമാരെ അനുസരിക്കുക, അഗതികളെയും ആർത്തന്മാരെയും യഥാശക്തി സഹായിക്കുക, ആർക്കും ഒരു പ്രകാരത്തിലും ഉപദ്രവം ചെയ്യാതിരിക്കുക, എല്ലാ ജീവികളെയും സാമാന്യമായി സ്നേഹിക്കുക, ആരിലും അപ്രിയമുണ്ടാവാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സ്വാധ്യായം ചെയ്യുക എന്നിങ്ങനെ കഴിയുന്നതാണ് ധാർമ്മിക ജീവിതം. അതുകൊണ്ട് തന്നെ എല്ലാ ആപത്തുകളും ക്ലേശങ്ങളും നീങ്ങിപ്പോകും. പാപമാണ് ആപത്തിനും ദുഃഖത്തിനും ഹേതു. പാപം ചെയ്യാതിരുന്നാൽ ഏതൊരു ക്ലേശവും ഉണ്ടാവില്ല. പുണ്യകർമ്മങ്ങളെ കൊണ്ട് സംതൃപ്തിയും സമാധാനവും വളരുകയും ചെയ്യും. കപടശാലികളെയും സദ്വൃത്തന്മാരെയും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? മിക്കപ്പോഴും അവരുടെ പ്രവൃത്തികളെ കൊണ്ടറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. കപടശാലികളും സദ്വൃത്തന്മാരായി തന്നെ അഭിനയിക്കും. അപ്പോൾ എങ്ങനെ തിരിച്ചറിയും എന്ന യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മ പിതാമഹൻ. യുധിഷ്ഠിര, വിഷമം പിടിച്ചൊരു കാര്യമാണ് അങ്ങ് ചോദിച്ചത്. എങ്കിലും ഞാനതിനെ തെളിയിക്കുന്ന ഒരു ഇതിഹാസം പറയാം. കപടശാലികളെ സംബന്ധിച്ച് എപ്പോഴും വളരെ ജാഗ്രതയായി ഇരിക്കുക തന്നെ വേണം. തികച്ചും നിഷ്കപടനാണെന്ന ബോധ്യം വന്നാൽ മാത്രമേ ഒരാളെ വിശ്വസിക്കാവൂ. പണ്ടൊരിക്കൽ പുരിക എന്ന് പ്രസിദ്ധമായ രാജ്യത്ത് പൗരികൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ തികഞ്ഞ ക്രൂരനും ദുരാചാരിയുമായിരുന്നു. അതിനാൽ എപ്പോഴും ദുരിതങ്ങളും ദ്രോഹങ്ങളുമാണ് അയാൾ ചെയ്തു വന്നിരുന്നത്. അതു കാരണത്താൽ സർവ്വജനങ്ങളുടെയും അപ്രീതിക്കും അനിഷ്ടത്തിനും പാത്രമായി. അങ്ങനെ മനുഷ്യാധമനായി ജീവിച്ച പൗരിക രാജാവ് ആയുസിന്റെ അവസാനത്തിൽ മരിക്കുകയും കർമ്മവിശേഷത്താൽ അധികം താമസിക്കാതെ ഒരു കുറുക്കനായി ജനിക്കുകയും ചെയ്തു. അങ്ങനെ കുറുക്കനായി ജനിച്ചപ്പോഴും ദൈവഗത്യ അദ്ദേഹത്തിന് പൂർവജന്മ സ്മരണയും വിവേകബുദ്ധിയും ഉണ്ടായി. അതിന്റെ ഫലമായി തന്റെ പൂർവജന്മത്തിലെ ക്രൂരബുദ്ധിയും ക്രൂരകർമ്മങ്ങളും അതിന്റെ ഫലമായിട്ടാണ് കുറുക്കനായി ജനിക്കേണ്ടി വന്നതെന്ന ബോധവുമുണ്ടായി. അതിനാൽ അദ്ദേഹം ഈ ജന്മത്തിലെങ്കിലും നല്ല ബുദ്ധിയെ വളർത്തി നല്ല ആചരണങ്ങളിലൂടെ ഊർധ്വലോകങ്ങളെ പ്രാപിക്കാമെന്ന് തീർച്ചപ്പെടുത്തി നല്ല നിലയിൽ ജീവിക്കാൻ തുടങ്ങി. കുറുക്കന്മാരുടെ സംഘത്തിൽ നിന്നൊക്കെ വിട്ടുമാറി ഒറ്റയ്ക്ക് ഒരു ശ്മശാനത്തിൽ താമസമാക്കി. കുറുക്കന്മാരുടെ സാധാരണ ഭക്ഷണങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് സാത്വികങ്ങളായ ഫലമൂലാദികളെ കഴിച്ചുകൊണ്ടും ചിലപ്പോൾ അവയൊന്നും കിട്ടാതിരുന്നാൽ വെറും വെള്ളം മാത്രം കുടിച്ചും ജീവിക്കാൻ തുടങ്ങി. ക്രമേണ ആ കുറുക്കനിൽ സത്വബുദ്ധി വികസിക്കുകയും രജതമസ്സുകൾ ക്ഷയിക്കുകയും അതിന്റെ ഫലമായി അദ്ദേഹം ഒരു തപസ്സിയെ പോലെ ആയിത്തീർന്നു. സ്നാനം, ധ്യാനം, ജപം തുടങ്ങിയവയായിത്തീരുന്നു ആ കുറുക്കന്റെ നിത്യവൃത്തി. കുറുക്കന്മാരുടെ ലോകത്തിൽ അതൊരാശ്ചര്യമായി തീർന്നു. മറ്റു കുറുക്കന്മാർക്കൊക്കെ ഈ കുറുക്കന്റെ പ്രവൃത്തികളും ജീവിതവും ഹൃദ്യമായി തോന്നിയില്ല. അതിനാൽ അവരൊക്കെ കൂടി പല പ്രാവശ്യം തപസ്സി കുറുക്കനെ ഉപദേശിച്ചു നോക്കി. പക്ഷെ അയാൾക്ക് അതുകൊണ്ടൊന്നും ഏതൊരു ഭാവഭേദവും ഉണ്ടായില്ല. ഒടുവിൽ കുറുക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു നരിയും ഉപദേശിക്കാൻ വന്നു ചേർന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും തപസ്സി കുറുക്കന് മാറ്റമൊന്നും ഉണ്ടായില്ല. പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചു നോക്കി. അതുകൊണ്ടും പറയത്തക്ക മാറ്റമൊന്നും ഉണ്ടായില്ല. അവസാനം നരിരാജൻ കുറുക്കനോട് തന്റെ മന്ത്രിയായിരുന്ന് തന്നെ ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടു. തപസ്സിയാണെങ്കിലും ഒടുവിൽ കുറുക്കൻ നരിയുടെ ആവശ്യത്തിന് വഴങ്ങി നരിരാജാവിന്റെ മന്ത്രിയായി തീർന്നു. അനന്തരം തപസ്സിക്കുറുക്കൻ നരിയുടെ വസതിക്കടുത്ത് താമസമുറപ്പിച്ചു. മിക്കപ്പോഴും രാജസഭയിൽ ചെന്നു ചേരാനും മറ്റു മന്ത്രിമാരുടെ കൂട്ടത്തിൽ മാന്യസ്ഥാനത്ത് കയറിയിരുന്ന് കാര്യങ്ങളെ നിരൂപിക്കുകയും ധാർമ്മികങ്ങളായ തീർപ്പുകൾ കൽപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. കുറുക്കൻ മന്ത്രിയുടെ കാര്യാലോചനകളും തീർപ്പുമെല്ലാം തികച്ചും ധാർമ്മികങ്ങളായിരുന്നതിനാൽ പ്രജകൾക്കും രാജാവിനും അയാളെ വളരെ ഇഷ്ടമായി. അങ്ങനെ വന്നപ്പോൾ നരിരാജാവിന്റെ മറ്റു മന്ത്രിമാർക്ക് പറയത്തക്ക സ്ഥാനമൊന്നുമില്ലാതായി. പ്രജകൾ അവരെ വേണ്ടത്ര ബഹുമാനിക്കാതെയുമായി. അതിന്റെ ഫലമായി നരിരാജാവിന്റെ പൂർവ്വമന്ത്രിമാരൊക്കെ തപസ്സിക്കുറുക്കന്റെ പേരിൽ കഠിനമായ ഈർഷ്യയും അസൂയയും വളരാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും നരിയെക്കൊണ്ട് കുറുക്കനെ കൊല്ലിക്കണമെന്ന് അവർ തീർച്ചപ്പെടുത്തി. അതിനുവേണ്ടി കുറുക്കന്റെ ഇല്ലാത്ത ദോഷങ്ങളെ അവർ ദിവസേന നരിരാജാവിനോട് പറയാനും തുടങ്ങി. അങ്ങനെ മന്ത്രിമാരുടെ ഏഷണിപ്രയോഗം മൂത്തുമൂത്ത് നരിക്ക് കുറുക്കനിൽ വിശ്വാസമില്ലാതായി. ഒരു ദിവസം പല കൃത്രിമങ്ങളും സ്വയം ചെയ്തു വച്ച് കുറുക്കന്റെ ചതിപ്രയോഗത്തെ നേരിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു.
കൃത്രിമമായിട്ടാണ് അവർ കാണിച്ചു കൊടുത്തതെങ്കിലും നരിക്കത് സത്യമാണെന്ന് തോന്നി. അതിന്റെ ഫലമായി നരിരാജാവ് കുറുക്കനെ കൊല്ലാൻ തന്നെ തീർച്ചപ്പെടുത്തി. വേണ്ടത്ര പാകതയും വിവേകവുമുള്ള നരിമാതാവാണ് ആ സാഹസ സംരംഭത്തിൽ നിന്ന് നരിയെ പിന്തിരിപ്പിച്ചത്. പിന്നെ എത്രയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും കുറുക്കൻ എവിടെ നിന്നില്ല. മന്ത്രിപദത്തെ ഉപേക്ഷിച്ച് മറ്റെവിടെയോ പോയി ഏകാന്തതയിൽ തപസ്സും സൽക്കർമ്മങ്ങളുമൊക്കെ ആചരിച്ച് ശേഷമുള്ള കാലത്തെ നയിച്ച് അന്ത്യത്തിൽ സ്വർഗസ്ഥനാവുകയും ചെയ്തു. കപടശാലികളെയും ശുദ്ധന്മാരെയും തിരിച്ചറിയാൻ വേണ്ടത്ര വിവേകമുണ്ടാകണമെന്നും ഇല്ലെങ്കിൽ ആപത്തുണ്ടാകുമെന്നും ഈ ഇതിഹാസത്തിൽ നിന്ന് തെളിയുന്നുണ്ടല്ലോ. അത് തന്നെയാണ് കാര്യവും. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.